കർണാടകയിൽ നടന്ന കുടിയൊഴിപ്പിക്കലിനെ ചൊല്ലി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും കർണാടകയിലെ കോൺഗ്രസ് സർക്കാരും തമ്മിലുള്ള രാഷ്ട്രീയ പോര് അതിരൂക്ഷമാകുന്നു. ബംഗളൂരു മേഖലയിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനിടെ വീടുകളും കെട്ടിടങ്ങളും തകർത്തതിനെ രൂക്ഷമായി വിമർശിച്ച പിണറായി വിജയനെതിരെ കർണാടക ന്യൂനപക്ഷ ക്ഷേമ വഖഫ് മന്ത്രി സമീർ അഹമ്മദ് ഖാൻ രംഗത്തെത്തിയതോടെ വിഷയം അന്തർ സംസ്ഥാന രാഷ്ട്രീയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി. സർക്കാരുകൾ നടപ്പിലാക്കുന്ന ബുൾഡോസർ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു പതിപ്പാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കുന്നത് എന്നതായിരുന്നു പിണറായി വിജയന്റെ പ്രധാന ആരോപണം. സംഘപരിവാർ നടപ്പാക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ ആക്രമണോത്സുക രാഷ്ട്രീയത്തെ കോൺഗ്രസ് എന്ത് പറഞ്ഞു ന്യായീകരിക്കുമെന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു. ഇതിനെ കേവലം രാഷ്ട്രീയ പ്രേരിതമായ നീക്കമെന്ന് വിശേഷിപ്പിച്ചാണ് കർണാടക മന്ത്രി പ്രതിരോധിക്കുന്നത്. കുടിയൊഴിപ്പിക്കൽ എന്ന കോഗിലു ലേഔട്ട് നേരിട്ട് സന്ദർശിച്ച സമീർ അഹമ്മദ് ഖാൻ കേരള മുഖ്യമന്ത്രിക്ക് അത്രയധികം സ്നേഹമുണ്ടെങ്കിൽ ദുരിതത്തിലായി ജനങ്ങൾക്ക് സാമ്പത്തിക സഹായവും വീടുകളും നൽകട്ടെ എന്ന് പരിഹസിച്ചു. വാക്കുകൾ കൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നതിന് പകരം ക്രിയാത്മകമായി എന്തെങ്കിലും സഹായം ചെയ്യാനാണ് പിണറായി വിജയൻ തയ്യാറാകേണ്ടത്. കേരളത്തിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കൊണ്ടുകൊണ്ടുള്ള ഒരു ഗിമ്മിക്ക് മാത്രമാണ് ഈ പ്രതികരണമെന്നും അദ്ദേഹം ആരോപിച്ചു. കേരളത്തിൽ പ്രളയമുണ്ടായ സമയത്ത് കർണാടക സർക്കാർ അവിടുത്തെ ജനങ്ങളെ സഹായിക്കാൻ തയ്യാറായതും വീടുകൾ വെച്ചു നൽകാമെന്ന് പ്രഖ്യാപിച്ചതും ഓർമ്മിപ്പിച്ച മന്ത്രി യഥാർത്ഥത്തിൽ ദരിദ്രരുടെ കരുതലുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രായോഗിക നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്നും വ്യക്തമാക്കി. കേരളത്തിൽ നിന്നുള്ള എം.പിമാരും എം.എൽ.എമാരും സ്ഥലം സന്ദർശിച്ചതായും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. അവർ വരുന്നു, ഫോട്ടോ എടുക്കുന്നു, മടങ്ങിപ്പോകുന്നു എന്നതിനപ്പുറം ദുരിതബാധിതർക്ക് വേണ്ടി എന്തു ചെയ്തു എന്നാണ് സമീർ അഹമ്മദ് ഖാൻ ചോദിക്കുന്നത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് താൻ പ്രദേശം സന്ദർശിച്ചതെന്നും ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് ബദൽ താമസ സൗകര്യം ഒരുക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് നാളെ ഉന്നതതല യോഗം ചേരുന്നുമുണ്ട്. വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് പുതിയ വീടുകൾ നൽകുന്ന കാര്യത്തിൽ ആ യോഗത്തിനു ശേഷം ശുഭവാർത്ത ഉണ്ടാകുമെന്നും അദ്ദേഹം സൂചന നൽകി. നിലവിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് 5 വലിയ ഹാളുകളിലായി ഭക്ഷണവും താമസ സൗകര്യവും സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ താമസിക്കുന്നവർ നിയമവിരുദ്ധമായാണ് സ്ഥലം കയ്യേറിയതെന്നും റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരേഗൌഡയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇവർക്ക് പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നതായും മന്ത്രി വ്യക്തമാക്കി. ഇവിടെ നിന്ന് മാറ്റിയാൽ തങ്ങൾക്ക് ഇനി എവിടെയും ഇടമുണ്ടാകില്ല എന്ന ജനങ്ങളുടെ ഭയം സ്വാഭാവികമാണെന്നും എന്നാൽ തങ്ങളുടെ പാർട്ടി എപ്പോഴും സാധാരണക്കാർക്കൊപ്പമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ കർണാടക ഉപമന്ത്രി ഡി.കെ. ശിവകുമാറും നേരത്തെ രംഗത്തെത്തിയിരുന്നു. പിണറായി വിജയന്റേത് വെറും തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണെന്നായിരുന്നു ശിവകുമാറിന്റെ പ്രതികരണം. മറ്റ് സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതിന് പകരം സ്വന്തം സംസ്ഥാനത്തെ ഭരണപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അദ്ദേഹം ഉപദേശിച്ചത്. എന്നാൽ കർണാടകയിലെ ഈ കുടിയൊഴിപ്പിക്കൽ നടപടിയോടും ബുൾഡോസർ പ്രയോഗത്തോടും എ.ഐ.സി.സി. നേതൃത്വം കടുത്ത വിയോജിപ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഭിന്നതയുണ്ടാക്കുന്ന ഒരു സൂചന നൽകുന്നു. ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ബുൾഡോസർ നടപടിയെ കോൺഗ്രസ് ദേശീയ തലത്തിൽ എതിർക്കുമ്പോൾ സ്വന്തം പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് സമാനമായ നടപടികൾ ഉണ്ടാകുന്നത് ദേശീയ തലത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമെന്ന് ഹൈക്കമാൻഡ് ഭയപ്പെടുന്നു. കോഗിലു ലേഔട്ടിൽ താമസിക്കുന്നവരിൽ അധികവും കേരളത്തിൽ നിന്നുള്ളവരല്ലെന്നും അതുകൊണ്ട് തന്നെ കേരള മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ ഇത്രയധികം താല്പര്യം ഉണ്ടാകേണ്ട കാര്യമില്ലെന്നും സമീർ അഹമ്മദ് ഖാൻ ആവർത്തിച്ചു പറഞ്ഞു. ദരിദ്രരെ സംരക്ഷിക്കാനുള്ള കോൺഗ്രസ് സർക്കാരിന്റെ താല്പര്യത്തെ ആരും ചോദ്യം ചെയ്യേണ്ടതില്ല. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക എന്നത് ഭരണപരമായ ഉത്തരവാദിത്തമാണ്. എന്നാൽ അത് മാനുഷികമായ രീതിയിൽ ആയിരിക്കണമെന്നതും സർക്കാരിന് നിർബന്ധമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉയർത്തിയ വർഗീയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ന്യൂനപക്ഷ വേട്ട എന്ന രീതിയിൽ ഇതിനെ ചിത്രീകരിക്കുന്നത് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി മാത്രമാണ്. ഇടതുപക്ഷ സർക്കാരിന് ന്യൂനപക്ഷങ്ങളുടെ അമിതമായ സ്നേഹമുണ്ടെങ്കിൽ അത് പ്രവൃത്തിയിൽ കാണിക്കണമെന്നും കർണാടക സർക്കാർ ചെയ്തതുപോലെ സഹായങ്ങൾ നൽകാൻ മുന്നോട്ട് വരണമെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ഇരു സർക്കാരുകളും തമ്മിലുള്ള വാക്പോര് കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. കർണാടകയിലെ കുടിയൊഴിപ്പിക്കൽ നടപടി ദേശീയ തലത്തിൽ തന്നെ ബി.ജെ.പിക്കെതിരായ പ്രതിപക്ഷ ഐക്യത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. അടുത്ത ഘട്ടമായി എന്ത് സഹായമാണ് കേരള സർക്കാർ ഈ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് നോക്കി നിൽക്കുകയാണെന്ന് കർണാടകയിലെ നേതാക്കൾ പരിഹസിക്കുമ്പോൾ മനുഷ്യത്വപരമായ നിലപാട് ഉയർത്തിപ്പിടിക്കാനാണ് കേരളം ശ്രമിക്കുന്നതെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ രാഷ്ട്രീയ വടംവലി കുടിയൊഴിപ്പിക്കപ്പെട്ട സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. കർണാടക സർക്കാർ പ്രഖ്യാപിച്ച ബദൽ താമസ സൗകര്യങ്ങളും സഹായങ്ങളും എത്ര വേഗത്തിൽ നടപ്പിലാക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും കോൺഗ്രസ് സർക്കാരിന്റെ ഈ വിഷയത്തിലെ വിശ്വാസ്യത. അതേസമയം അയൽ സംസ്ഥാനത്തെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ശബ്ദം ഉയർത്തുന്നത് രാഷ്ട്രീയ ധർമ്മമാണെന്നും ഇടതുപക്ഷം വാദിക്കുന്നു. ചുരുക്കത്തിൽ ഒരു പ്രദേശത്തെ കുടിയൊഴിപ്പിക്കൽ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വലിയ രാഷ്ട്രീയ പോരാട്ടമായി പരിണമിച്ചിരിക്കുകയാണ്.
ഭാവിയിൽ ഇത്തരം വിഷയങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ച് നാളത്തെ മുഖ്യമന്ത്രി തല യോഗം കൃത്യമായ ദിശാബോധം നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ജനങ്ങൾക്ക് വീടുകൾ നൽകുന്ന കാര്യത്തിൽ വ്യക്തമായ ഉറപ്പു നൽകാൻ സാധിച്ചാൽ പിണറായി വിജയന്റെ വിമർശനങ്ങളുടെ മുനയൊടിക്കാമെന്ന് കർണാടക കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. എന്നാൽ ഒഴിപ്പിക്കപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ വൈകുന്നത് സർക്കാരിനെതിരെ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉയരാനും കാരണമാകും. കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ സന്ദർശനം ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തുന്നത് തടയാൻ പ്രാദേശിക തലത്തിൽ പ്രവർത്തനം ശക്തമാക്കാനും കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശമുണ്ട്.